the heating effect of electricity. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂടാകുമ്പോഴുള്ള കറണ്ടിന്റെ എഫക്റ്റുകളുടെ ഉപയോഗം. അവിടെ നമ്മളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 19 ഉണ്ടോ? ടെക്സ്റ്റ് കയ്യിലുണ്ടെന്ന് നോക്കി അറിയാം. ആദ്യം തന്നിരിക്കുന്നത് ഒരു സോൾഡറിങ് അയണാണ്. സോൾഡറിങ് അയൺ, പിന്നെ ഒരു എന്നാ പറഞ്ഞ ഹീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റർ, പിന്നെ അതിനിപ്പുറം ഒരു വാട്ടർ ഹീറ്റർ. ഇതിൽ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു കറണ്ട് ഇതിലേക്ക് കൊടുക്കും അല്ലേ. നമ്മളുടെ when the current passing through the material it, I ആണ് കറണ്ട് എങ്കിൽ ആ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ ആണ് H is equal to നേഹ. എച്ചിന്റെ ഇക്വേഷൻ ആണ് I കറണ്ടും H is equal to I സ്ക്വയർ RT. അപ്പൊ എന്നാ പറ്റും, ആ ഒരു കോയില് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് വയർ അത്രമാത്രം ഹീറ്റ് നമുക്ക് തരും. ഇനി അങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടി അനുസരിക്കുമ്പം R കൂടിയാൽ H കൂടിക്കൊള്ളൂല്ലോ. പിന്നെ R ഇൻക്രീസസ് H ഇൻക്രീസ് ആവും. ഇനി R എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇക്വേഷൻ എഴുതി തന്നായിരുന്നു, റോയൽ ബൈ എ എഴുതിയായിരുന്നു തോന്നാം. റോയൽ ബൈ എ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. അപ്പൊ ഒരു വയറിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി കൂടിയാൽ ഇഫ് റോ ഇൻക്രീസസ്, ഇവിടെ കിടക്കുന്ന ആറും കൂടിക്കോളും, ആർ ഇൻക്രീസസ്. അപ്പം നല്ല ഹീറ്റിംഗ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ മെറ്റീരിയലിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കണം ഇറ്റ് ഹാസ് വെരി ഹൈ റെസിസ്റ്റിവിറ്റി. ഓക്കെ. രണ്ടാമത് നമ്മൾ അന്ന് പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ ആകുമ്പം അത് ഉരുകിപ്പോകരുത്, അല്ലെങ്കിൽ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. മൂന്നാമത് നമ്മൾ പറയുന്നു നമുക്ക് അതിൻ്റെ കമ്പിച്ചുരുളുകളാക്കി ആയിട്ട് അവയ്ക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവ അടിച്ച് പരത്താനല്ല, ചെറിയ നാരുകളാക്കാൻ പറ്റണം. സോ ഇറ്റ് ഹാസ് ഹൈ ഡക്റ്റിലിറ്റി. ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അടിച്ചു പരത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെറിയ കമ്പികൾ അല്ല കമ്പിച്ചുരുളുകളാക്കാൻ പറ്റുന്നത്, ഓർ അടിച്ചു പരത്താൻ പറ്റണം, പൊട്ടിപ്പോകരുത്. എന്നൊക്കെ അർത്ഥം വരും. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നമ്മളന്ന് പറഞ്ഞതാണ്, നമ്മളിങ്ങനെ തൂമ്പയൊക്കെ ആണെങ്കിൽ ചൂടാക്കുമ്പം ചുട്ടു പഴുത്ത് റെഡ് കളറിലോട്ട് വരും അല്ലേ. ദ എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഒന്നുകൂടെ പറയാം. ഹീറ്റിംഗ് എഫക്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് എഫക്റ്റ് മൂലം നമ്മളിങ്ങനെ എന്നാ പറയണേ, സോൾഡറിങ് അയൺ ചൂടാക്കി സോൾഡർ ചെയ്യാന്, വാട്ടർ ഹീറ്ററെ, ഇനി ഫുഡ് ഉണ്ടാക്കുന്ന അത് വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്ററുകൾ, വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്ററുകൾ, ഇതെല്ലാം ഉപയോഗിക്കാം. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഏത് സാധാരണയായി ഉപയോഗിക്കുന്ന റെസിസ്റ്റിവിറ്റി കൂടിയ വയറിനൊരു എക്സാമ്പിൾ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, അനീന ഷാജി. ഏതായിരുന്നു ആ വയറ്?
ഏത് വയറിനാണ് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു വയറും കമ്പിച്ചൂറ് കോപ്പറും 2 പാത്രത്തിൽ വെച്ച് ചൂടാക്കിയപ്പോൾ ഏത് വെള്ളം തിളയ്ക്കുന്ന ആദ്യം തിളയ്ക്കുന്ന പറഞ്ഞത്? അനീന. ദേവു നിക്രോം വയർ. നിക്രോം വയർ. ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു വയറിന്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഇത് എഴുതുമ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയ വയർ ഏതാന്ന് ചോദിച്ചാൽ നിക്രോം എന്ന് എഴുതണം. അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്, ആൻഡ് ഇറ്റ് റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. എല്ലാ പോയിന്റും മനസ്സിലായോ? റോസ്മേരി മനസ്സിലായോ? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് എഴുതിയെടുക്കുക. എനിക്ക് തോന്നുന്നു ഒന്ന് എഴുതിയെടുത്ത് ആയിരിക്കും നിങ്ങൾ. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്റ്റിങ്യൂഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്നാന്ന് ചോദിക്കും. അപ്പം സേഫ്റ്റി ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എവിടെയാണ്? ഫ്യൂസ് എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ആദ്യം നമുക്ക് പറയാം, ഇതും ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. എനിക്ക് തോന്നണം നമ്മളുടെ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്യൂസ് ഇരിക്കുന്നത് അല്ലേ? ഇത് നമ്മുടെ വീടിൻ്റെ ആണെങ്കിൽ പോസ്റ്റിൽ നിന്ന് സർവീസ് വയർ ഇങ്ങനെയൊക്കെ ചോദിക്കാം. സർവീസ് വയർ എന്ന് വരുമ്പോൾ ആദ്യം അത് എങ്ങോട്ട് വരും? നമ്മുടെ കണക്ഷൻ നമ്മുടെ മെയിൻ സ്വിച്ചിലോട്ട് വരും അല്ലേ? അപ്പം ആ മെയിൻ സ്വിച്ച് ഇങ്ങനെ നമ്മൾ ഊരിയെടുക്കാൻ പറ്റുന്ന 2 ഇല്ലേ? കണ്ടിട്ടുണ്ടോ ഫ്യൂസ്? ഉണ്ട്. എല്ലാരും കണ്ടിട്ടുണ്ടോ ഫ്യൂസ്? ഉണ്ട്. ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്ന് പറയുവാണെങ്കിൽ കാണിക്കാം. ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറുത്, അത് ഈ മെഷീനകത്തൊക്കെ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റിനകത്ത് ഇരിക്കുന്ന ഫ്യൂസാണ് കുഞ്ഞത്. ഇതാണ് നമ്മൾ വീടുകളിൽ ഇരിക്കുന്നത് അല്ലേ? ഈ സാധനത്തിന് ഇവിടുന്ന് ഇങ്ങോട്ടൊരു കമ്പി കെട്ടിയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇത് കാണത്തില്ലേ? സ്ക്രീൻ കാണത്തില്ലേ? കാണാം. ഇവിടെ ഒരു ഫ്യൂസ് കണ്ടോ? ഈ സാധനമല്ലേ നമ്മൾ അതിലോട്ട് കുത്തി വെക്കുന്നത്? ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മെയിൻ സ്വിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ 2 ഇരിക്കും. അതിങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോവും, അങ്ങോട്ട് കുത്തുമ്പം കറണ്ട് വരും. ഇതിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മളൊരു വയർ കൊണ്ടാണ് കെട്ടി വെക്കുന്നത്. ഇതുണ്ട്, ഇതിനകത്തൊരു വയർ കെട്ടി വെച്ചേക്കുന്നത് ഇങ്ങോട്ട് കണക്ഷൻ പോകാൻ. ഇവിടുന്ന് ഈ വശത്ത് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഒരു വയർ കെട്ടി വെക്കും. അതിനെയാണ് നമ്മൾ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മളുടെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ സേഫ്റ്റി പർപ്പസ്. അതായത് ഫ്രം 2 കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, 2 ഓവർലോഡ്. ഇപ്പം നമ്മളുടെ വീട്ടിലോട്ട് 230 വോൾട്ടുമാണ്, 230 വോൾട്ടും 50 ഹെർട്സും സംതിങ് ആണ് നമ്മളുടെ വീട്ടിൽ വരേണ്ട കാരണം. അതിന് പകരം ഹൈ വോൾട്ടേജ് കയറി വന്നാൽ എന്നാ പറ്റും? ഈ സാധനം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം കത്തിപ്പോവും. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും ഒരു വണ്ടി എന്ന് തട്ടി അല്ലെ എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ നമ്മുടെ 2 വയർ തമ്മിൽ കൂട്ടിമുട്ടി കിടന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ചിലപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഷോർട്ട് സർക്യൂട്ട് കാണണം, ചില തുണിക്കടകളും അങ്ങനെയുള്ളതൊക്കെ കത്തിപ്പോയിന്ന്. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ വാർത്തയിലൊക്കെ? അപ്പം ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും ആയിരിക്കുന്ന സമയത്ത് സേഫ്റ്റി, നമ്മുടെ ഹോം അപ്ലയൻസസിനെ, മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഹോം അപ്ലയൻസസിനെ എന്നാ പറയണേ, രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രൊട്ടക്റ്റ്, നമ്മളുടെ സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗം. അപ്പം നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് സീരിയസ് ആയിട്ട്. 2 കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, സീരിയസ് ആൻഡ് പാരലൽ കണക്ഷൻ.
സോ ഒരു കാർ സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ഈസ് കണക്റ്റഡ് ആസ് സീരീസ്. ഇനി ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? പെട്ടെന്ന് ചൂടാകണം, അപ്പം ഹൈ റെസിസ്റ്റിവിറ്റി തന്നെ. ഇനി നോക്കിയേ, ഇപ്പം ഇവിടെ ഇങ്ങനെ ഫ്യൂസ് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വയറിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പം ഇതിലെ നമ്മുടെ പുറത്തുനിന്നുള്ള കറണ്ട് കയറി ഇതിലെ വീടിനകത്തോട്ട് പോകണമെങ്കിൽ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇത് ഉരുകി പോകണം അല്ലേ? നല്ല വിച്ഛേദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ നേഹ? ഇത് പൊട്ടിയാലല്ലേ ഈ പുറത്തുനിന്ന് വരുന്ന കറണ്ടുമായിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് പൊട്ടിപ്പോണം. ഓക്കെ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് കറണ്ട് നിന്നോളും, ഇങ്ങോട്ട് പോയില്ല, അല്ലെ നമ്മളുടെ വീടിനകത്തോട്ട് പോയില്ല. സോ ഇതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. അതാണ് വ്യത്യാസം. കറണ്ട് കൂടിയ അപ്പോഴേ ഉരുകി പൊട്ടിപ്പോണം. ലോ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഫ്യൂസ് വയറും ഇതും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, പൊട്ടരുത്. ഏതിന്? ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കോയിലുകൾ, തേപ്പ് പൊട്ടിക്കകത്തെ, ഹീറ്ററിനകത്തെ, കോയിലിനകത്തെ ഒക്കെ. പക്ഷെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, പെട്ടെന്ന് പൊട്ടണം. എവിടുത്തത്? സേഫ്റ്റി ഫ്യൂസിനകത്ത് ഉപയോഗിക്കുന്ന വയറുകൾ. പെട്ടെന്ന് പൊട്ടിയാൽ മാത്രമേ കണക്ഷൻ വിച്ഛേദിച്ചിട്ട് നമുക്ക് അതിനെ നമ്മളുടെ ബാക്കിയുള്ള അപ്ലയൻസസിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഹീറ്റ് കൂടുമ്പോഴേ പെട്ടെന്ന് പൊട്ടണം. സോ ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കഴിയുമ്പോൾ ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബാക്കി രണ്ട് പോയിന്റും ഒത്തിരി ആവശ്യമില്ല, സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല അവിടെ. ഇനി ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളുടെ ടു പ്രൊട്ടക്റ്റ് അവർ. ഇനി ഇവിടെ നമ്മൾ മുമ്പേ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏതാ പറഞ്ഞ? നിക്രോം പറഞ്ഞല്ലേ. നിക്രോം ഉണ്ടാക്കിയിരിക്കുന്നത് പറയാവോ ഏതൊക്കെയാന്ന്? NI ഏതാന്ന് അറിയാവോ? ഇവിടെ തന്നെ പറയാം നമുക്കല്ല. നിക്കൽ, ക്രോ എന്നായിരിക്കും? ക്രോമിയം. പിന്നെയുള്ളത് അയൺ, IRON, Fe എന്നുള്ള അയൺ കേട്ടോ, ഇരുമ്പ്. നിക്കൽ, ക്രോമിയം, അയൺ ചേർത്തിട്ടുള്ള നിക്രോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഏതാ ഉപയോഗിക്കുന്നതെന്ന് ഒരു എക്സാമ്പിൾ പറയാവോ? ആരെങ്കിലും പറയാവോ? കേട്ടിട്ടുള്ള ആരെങ്കിലും പറയാവോ? ബിയോൺ കോപ്പർ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വീടുകളിൽ കോപ്പർ കെട്ടും. കോപ്പർ ഒരിക്കലും കെട്ടരുത്. കോപ്പർ കെട്ടി അത് പെട്ടെന്ന് കത്തിപ്പോയല്ല നമ്മുടെ വീട്ടിലെ സാധനം അടിച്ചു പോകും. ശരിക്കും ഉപയോഗിക്കുന്നത് അലോയ്സ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അലോയ്സ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അപ്പം ഇങ്ങനെ ചോദിക്കും, ഒരു കുട്ടിയുടെ കയ്യിൽ നിക്രോമും ഉണ്ട്, അലോയ്സ് ഓഫ് ടിൻ ആൻഡ് ലെഡും ഉണ്ട്. ഇതിൽ ഏത് ഉപയോഗിച്ച് ഫ്യൂസ് കെട്ടണം, എന്തുകൊണ്ട്? അങ്ങനെ ചോദ്യം വന്നു. അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു. നേഹയോട് ബിയോൺ പറയുന്നു വീട്ടിലെ ഫ്യൂസ് പൊട്ടിപ്പോയി, ഏത് വയർ ഉപയോഗിച്ച് കെട്ടാം? നേഹ പറയുന്നു നിക്രോം ഉപയോഗിച്ച് കെട്ടാം. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ 1 മാർക്ക്. ശരിയാണോ തെറ്റാണോ നേഹ? ഫ്യൂസ് വയർ നിക്രോം ഉപയോഗിച്ച് കെട്ടാന്ന് നേഹ പറഞ്ഞു. ശരിയാണോ തെറ്റാണോ? തെറ്റ്. ആൻസർ ഈസ് റോങ്. ബി ആയിട്ട് പറയും നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുക. റൈറ്റ് ഓർ ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ. അപ്പൊ എന്നാ പറയണം? നിക്രോം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഒരു ഓവർലോഡ് ഉണ്ടായാലോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ നമ്മളുടെ വയറ് ഉരുകി പോകില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ മാഷെ ഈ സാധനം ഉപയോഗിക്കരുത്. only use alloys of tin and lead. വേണേ അടുത്തതായിട്ട് അങ്ങനെ ഓപ്ഷനോട് ചോദിക്കാം. അങ്ങനെയെങ്കിൽ
ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ടവയുടെ പ്രത്യേകത ഏതൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇതിനൊരു 1/2 മാർക്ക് കാണും, ഇതിന് 1 മാർക്ക് കാണും, ഇതിന് 2 മാർക്ക് കാണും. ഇങ്ങനെയാണ് ഒരു ചോദ്യം തന്നെ. ഇതിന് ഓപ്ഷൻ എ കാണും, കണ്ടുകൊണ്ട ക്വസ്റ്റ്യൻ പേപ്പർ. ഓപ്ഷൻ എ കാണും, ബി കാണും, സി കാണും. ഇങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ ഇപ്പൊ പറഞ്ഞ കാര്യം? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുമ്പം അതും ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന സാധനമാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സേഫ്റ്റി പർപ്പസ് ഓഫ് ദ ഹോം അപ്ലയൻസസ്. ഇറ്റ് ഹെൽപ്പ് അവർ ഇലക്ട്രോണിക് ഡിവൈസസ് ഫ്രം ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡ്. ഇറ്റ് കണക്റ്റഡ് സീരിയസ് വിത്ത് അവർ സർക്യൂട്ട് അല്ലെങ്കിൽ വിത്ത് അവർ ഇലക്ട്രിക് അപ്ലയൻസസ്. With properties, it has high resistivity but low melting point. This is a very important point. Low melting point ആയിരിക്കണം. ഇതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ആർദ്ര ക്ലിയർ ആണോ? ആൻസർ പറഞ്ഞ ദേവമോളെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സേഫ്റ്റി ഫ്യൂസ്? സേഫ്റ്റി ഫ്യൂസിന്റെ ഫങ്ഷൻ എന്നാ ദേവു? എന്തോ പറ ഫങ്ഷൻ എന്നാ? സേഫ്റ്റി ഫ്യൂസ് ഹൈ റെസിസ്റ്റിവിറ്റി. അല്ല, ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങണം. വാട്ട് ഈസ് ദ ഫങ്ഷൻ? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? അതിന്റെ ഉപയോഗം എന്നൊക്കെ പറയാം അല്ലേ? അതിന് എന്ത് ഫങ്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസിന്റെ ഫങ്ഷൻ എന്നാണ്? ഇതതിന്റെ പ്രോപ്പർട്ടീസ്. കിട്ടിക്കല്ലേ കേട്ടോ? ഇത്തരം മാറിപ്പോയാൽ മുഴുവൻ മാർക്കും പോകും. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സേഫ്റ്റി ഫ്യൂസ്? പറ ദേവു, എന്തിനാ ഉപയോഗിക്കണേ? നേഹ, what is the function of safety fuse? To protect home appliances from overloading and നിങ്ങളുടെ 21 പേജ് നമ്പർ 21 കിടപ്പുണ്ട്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട് അസ്. നമ്മളെയും കറണ്ട് അടിക്കാന്നതിന് സഹായിക്കുകയല്ലേ? വിച്ച് പ്രൊട്ടക്ട് അസ് ആൻഡ് ദ ഹോം അപ്ലയൻസസ് ഫ്രം ദ ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ഞാൻ എഴുതി തരാം, അത് അങ്ങനെ അങ്ങ് എഴുതി വെച്ചു. Safety fuse, it is a device which protect us, nammale, and the electrical appliances ഫ്രം ഡേഞ്ചർ. ഫ്രം എന്നാത്തിന്നൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ? ഫ്രം എക്സസ് കറണ്ട് എന്നാണല്ലോ മതി. ഫ്രം എക്സസ് കറണ്ട് ഫ്ലോ. അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നതിന് 2 കാരണമാണ്: ഷോർട്ട് സർക്യൂട്ട്, ഫ്രം ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡ്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സേഫ്റ്റി ഫ്യൂസ്. കുറെ കറണ്ട് വേണ്ട. TV ഉണ്ട്, റേഡിയോ ഉണ്ട്, കുറച്ച് കറണ്ട് വേണ്ട മൊബൈലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ബൾബുണ്ട്. ബൾബ് വേണ്ട. ഇതിനകത്തൊക്കെ ഈ ചെറിയ പിന്നുകളല്ലേ, റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോന്നിലും ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകളുടെ എല്ലാം റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് എല്ലാത്തിലും. പക്ഷേ ഈ ഓരോ ഡിവൈസിനും വേണ്ട കറണ്ട് ഡിഫറെൻ്റ് ആണ്. ദ കറണ്ട് ഈസ് റിക്വയർഡ് ഫോർ ദീസ് ഡിവൈസസ് are different.
അപ്പൊ നമ്മൾ എല്ലാത്തിനെയും ഒരു ഫ്യൂസ് വയർ കൊണ്ട് കെട്ടിയാൽ എന്നാ പറ്റും? അത് പെട്ടെന്ന് കത്തിപ്പോകുന്നതാണ്, കൂടുതൽ കറണ്ട് വേണ്ടവൻ അത് കിട്ടാതെ വരും. സോ പുതിയ ഒരു ടേം ഞാൻ പറയാൻ പോവാണ്, ആംബറേജ്. അപ്പം ഫ്യൂസ് വയർ ഓഫ് appropriate amperage is needed to use. Fuse wire of appropriate, ഏതിന് എത്രയാണ് വേണ്ടേ? Fuse wire of appropriate amperage is needed. എന്നാൽ മാത്രമേ നമുക്ക് ഓരോന്നിലോട്ടും, ഇപ്പം ഇതിനകത്തോട്ട് 5 ആംപിയർ കറണ്ട് പോകണം. അപ്പം 6 മുതൽ വേണ്ടെങ്കിൽ 6 ആംപിയർ കയറുമ്പോൾ ഉരുകണം. അപ്പം അതനുസരിച്ചുള്ള ഫ്യൂസ് ആയിരിക്കണം വെക്കണം. ഇതിനകത്ത് 50 ആംപിയർ വേണമെന്ന് കരുതുക, എക്സാമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ. അപ്പം 5ൻ്റെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 50 ആംപിയർ വരെയും കയറി പോകാൻ പറ്റുന്ന ഫ്യൂസ് വയർ ഉപയോഗിക്കണം. സോ എല്ലാ ഫ്യൂസ് വയർ ഒരുപോലെയാണെന്ന് ചോദിച്ചാൽ അല്ല. ഫ്യൂസ് വയർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻസ്ട്രുമെന്റ് ഇൻ വിച്ച് എത്രത്തോളം കറണ്ട് വേണം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ടർ ആംബറേജ്. ഇനി ആംബറേജ് ഈസ് ദ ratio of power by voltage. അതാണ് പേജ് നമ്പർ 21 രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്നത്, ആംബറേജ്. അവിടെ ആംബറേജ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് ദ എക്യുപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ആംബറേജ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ്. ഇനി അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ വയറൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഗേജ് എന്ന് പറഞ്ഞൊരു ടേം പറയും. എന്നാണ് ഗേജ്? കേട്ടിട്ടില്ലായിരിക്കും. നമ്മളിപ്പം ഈ വീട്ടിലോട്ടൊക്കെ കറണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വലിയ മോട്ടറുകളൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ ഗേജ് കൂടിയ വയർ വേണം, ചിലപ്പം ഗേജ് കുറഞ്ഞ വയർ വേണം. ഈ ഗേജ് എന്ന് പറയുന്ന ആ വയറിന്റെ തിക്നെസ്സിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പം ഗേജിന്റെ ഇക്വേഷൻ ഇതാണ്, ഗേജ് ഈസ് ഈക്വൽ ടു 1 ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ കൂടിയാൽ ഗേജ് കൂടുകയോ കുറയുമോ? ദേവു, ഡയമീറ്റർ കൂടിയാൽ ഗേജ് എന്നാ പറ്റും? കുറയും. ഇൻവേഴ്സ്ലി അല്ലേ? ഇഫ് ഡയമീറ്റർ ഇൻക്രീസ്, ഇങ്ങനെ മുകളിലോട്ടെ ഇൻക്രീസ്, അങ്ങനെ ഇടട്ടെ, ഗേജ് ഈസ് ഡിക്രീസ്ഡ്. അതാണ് ആ കോളത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യം. നിങ്ങൾ വായിച്ച ചിലപ്പോൾ കുറേ നേരം വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗേജ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ കണ്ടക്ടർ. As the gauge increases, the thickness of the conductor decreases and hence the amperage also decreases. എന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. ഗേജ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ദ ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ കൂടിയാൽ ഗേജ് കുറയും, ഡയമീറ്റർ കുറഞ്ഞാൽ ഗേജ് കൂടും. ഇനി ഗേജ് കൂടിയാല് ആംപറേജുമായിട്ട് കണക്ഷൻ, ഗേജ് കൂടിയാല് ആംപറേജ് കുറയും. ഇഫ് ഗേജ് ഇൻക്രീസസ്, ആംപറേജ് ഡിക്രീസസ്. അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഗേജ് കൂടിയ ഡയമീറ്റർ കുറയും, ഡയമീറ്റർ കുറഞ്ഞ ആംപറേജും കുറയും. അപ്പം 3 കാര്യങ്ങൾ 3 രീതിയിൽ പറയാം. ആംപറേജ് എന്ന് പറഞ്ഞാൽ പവർ ബൈ വോൾട്ടേജ്, ചുമ്മാ ഒരു ഇക്വേഷൻ. ഗേജ് എന്ന് പറഞ്ഞാൽ 1 ഡയമീറ്റർ. ഇനി ഡയമീറ്റർ അനുസൃതപ്പെടുത്തി പറയാണ്, ഡയമീറ്റർ കുറഞ്ഞാൽ ഗേജ് കൂടും, ഗേജ് കൂടിയാൽ ആംപറേജ് കുറയും. അപ്പൊ ഗേജും ആംപറേജും തലതിരിവാന്ന് ഓർത്താൽ മതി. ഗേജ് കൂടിയാൽ ആംപറേജ് കുറയും, തിരിച്ച് ഗേജ് കുറഞ്ഞാലോ? ബിയോൺ, ഗേജ് കുറഞ്ഞാലോ ആംപറേജ് കൂടും. ആംപറേജ് കൂടും. ഇതാ 2 കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഒത്തിരി ആവശ്യം വരാറുമില്ല, അങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കാറുമില്ല. എന്നാലും മേ ബി ചോദിച്ചാൽ പല ഇൻസ്ട്രുമെന്റിനും പല ഫ്യൂസാണ് വേണ്ടത്. അതങ്ങ് ഓർത്താൽ മതി. ഡിഫറെന്റ്
devices need different fuses. കാരണം എന്നാണ്? ഡിഫറെൻറ്റ് ഡിവൈസസ് നീഡ് ഡിഫറെൻറ്റ് കറണ്ട്. പല കറണ്ടാണ് ഓരോന്നിനും വേണ്ടത്. അതുകൊണ്ടാണ് പല ഫ്യൂസ് വേണ്ടത്. ആ കറണ്ട് എത്ര കയറി പോകണം, എത്ര വേണമെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ രണ്ട് ഫാക്ടറാണ് ആംപറേജും ഗേജ്. ആംപറേജ് പവർ ബൈ വോൾട്ടേജ്, ഗേജ് 1 ബൈ ഡയമീറ്റർ. ഡയമീറ്റർ കൂടിയ റെസിപ്രോക്കൽ ആയതുകൊണ്ട് ഗേജ് കുറയും, ഗേജ് കുറഞ്ഞ ആംപറേജ് കൂടും. ഒന്നെങ്കിൽ ഗേജും ആംപറേജും വിപരീത അനുപാതം ഓർത്താൽ ഗേജ് കൂടിയ ആംപറേജ് കുറയും, ഗേജ് കുറഞ്ഞാൽ ആംപറേജ് കൂടും. ക്ലിയർ ആയോ? അനീന ഷാജി, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ സർ. യെസ്, എഴുതിക്കോ. ഇലക്ട്രിക് പവർ പി ഈസ് ഈക്വൽ ടു വർക്ക് പെർ യൂണിറ്റ് ടൈം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. ഇനി ഒരു വസ്തു ഇങ്ങനെ ഹീറ്റ് തരുന്ന ഒരു റെസിസ്റ്റർ ആണെങ്കിൽ ഹീറ്റ് ലിബറേറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഹീറ്റിന്റെ ഇക്വേഷൻ ഏതൊക്കെയുണ്ട് നേഹ പറഞ്ഞ? H is equal to I square RT. H is equal to I square RT. അടുത്ത ആള് വേറെ ആൾ ഒരെണ്ണം പറഞ്ഞേ. H is equal to ആർദ്ര. അനീന, H is equal to I square RT. H is equal to ദേവു. റോസ്മേരി, എന്തോ വേറൊരു ഇക്വേഷൻ പറ. H is equal to I square RT. അടുത്തത് V square by R. V square by R into T. അടുത്തത് VIT അല്ലേ? ഇതെല്ലാം ഹീറ്റ് എനർജി ആണ്. പവർ കാണാൻ എന്നാ ചെയ്യണം? ഓരോന്നിനെയും ടൈം കൊണ്ട് ഹരിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാവും? I square RT divided by T or P is equal to I square R. That is equation number 1. ഇനി ഇതിനെ T കൊണ്ട് ഹരിച്ചാലോ? P is equal to V square by R. ഇനി ഇതിനെ ഹരിച്ചാലോ? ടിയും വെട്ടി പോവും. H is equal to VI. സോറി, പവർ is equal to VI. ഇനി പറയുന്നത് പവറിന്റെ യൂണിറ്റ്. The unit of power, that is equal to watt W. ഒന്ന് ശ്രദ്ധിച്ചോണം. വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്, അത് എഴുതുന്നത് V. പവറിന്റെ യൂണിറ്റ് വാട്ട്, എഴുതുന്നത് W. ഈ 3 ഇക്വേഷൻ പഠിച്ചുകൊണ്ട് തന്നെ നാളെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് 3 എഴുതി മനസ്സിലായില്ലേ? എച്ചിന്റെ 3 ഇക്വേഷൻ I square RT, V square by R into T, VIT. അതിനെ 3നെ ടൈം കൊണ്ട് ഹരിച്ചപ്പം I square R, V square by R, VI. ബിയോണ്ട് മനസ്സിലായോ? മനസ്സിലായി സാർ. എന്നാ എഴുതി കഴിയുമ്പം പറയാം കേട്ടോ. നമുക്ക് ലീവ് ചെയ്യാം. ഒത്തിരി പഠിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു ക്ലാസ്സോടെ നമുക്ക് എടുക്കാം നാളെ. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. നിങ്ങളങ്ങനെ ചുമ്മാ വെയിറ്റ് ചെയ്തിരുന്നാൽ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കും.